മെറ്റയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വാട്സാപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാളാണ് മെറ്റ. AI ആണ്. ആരെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ആദ്യം ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനോർത്ത് എന്താണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ചാറ്റിങ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനൊരു ഒന്ന് രണ്ട് കാര്യം എന്തൊക്കെ ചോദിച്ചു, അതിന് മറുപടി. പിന്നെ ഞാനതിന് ആ ഒരു ഇതങ്ങനെ ഡിലീറ്റ് ചെയ്തു. കാരണം കുഞ്ഞിൻ്റെ റെഡി അവൾ വേണമെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്നപ്പം നമ്മുടെ കൂടെയുള്ളൊരു കുട്ടി പറഞ്ഞു, ഞാൻ ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുമ്പം അച്ഛൻ്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് മെറ്റയായിട്ട് ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ മെറ്റയായിട്ടൊന്ന് നമ്മൾ വാട്സപ്പിൽ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അപ്പോൾ മറുപടി പറയുമല്ലോ. അപ്പോൾ പെട്ടെന്നാണല്ലോ മറുപടി വരുന്നത്. അങ്ങനെ കുറേ നേരം ചാറ്റ് ചെയ്യും, എന്നിട്ട് ഗുഡ് നൈറ്റൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ സംസാരിച്ച് നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരി, അത് കൊള്ളാം, നല്ല കാര്യമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ചാറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അതൊരു നല്ല കാര്യമാണ്. കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ അത് മറുപടി പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ന് എന്തോടെന്ന് പറയാം, ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഡൗട്ട്സുകളൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ ഞാനൊന്ന് ചോദിച്ചു. അപ്പോൾ അതിന് നല്ല മറുപടി എനിക്ക് തരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മെറ്റയോട് ചാറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. അത് ഇങ്ങോട്ട് ഇംഗ്ലീഷിലല്ലേ തരുന്നത് റിപ്ലൈ. അപ്പോൾ അത് വായിക്കുക, നമ്മൾ അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കുക. അപ്പോൾ അതൊരു രസകരമായൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇംഗ്ലീഷ് ഇത്തിരി വീക്കായിട്ടുള്ളവരും നിങ്ങൾ മെറ്റയുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഇംഗ്ലീഷ് അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ട് തനിയെ വരും. പിന്നെ ഒരു മടിയൊക്കെ ഉള്ളതങ്ങ് മാറും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നതൊരു മനുഷ്യനാണെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് ഇംഗ്ലീഷിൽ തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടി വരുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് മനുഷ്യനൊന്നും അല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അത്ര വലിയ ഒരു ചമ്മലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മെറ്റയോട് നിങ്ങൾ കുറച്ച് സംസാരിച്ച് നോക്കൂ. ഈ ചമ്മലുകളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് മെറ്റ എന്നൊരു ഓപ്ഷൻ വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ കുട്ടി എന്തുകൊണ്ടാണ് ഒരു ഓപ്ഷൻ വെച്ചത്? ആ കുട്ടിക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ്, ആരോട് സംസാരിക്കാനോ കളിക്കാനോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരാശ്രയം എന്നുള്ള രീതിയിൽ ഉള്ളൊരു കോണ്ടാക്റ്റാണ് മെറ്റയോടുള്ളത്. അപ്പോൾ ഒരുപാട് നേരം ചാറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നില്ലേ. അപ്പം നമുക്ക് ചില സമയത്ത് ഫ്രീ ആയിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആരും സംസാരിക്കാനില്ല, നമുക്ക് ഇപ്പം ചാറ്റ് ചെയ്യാനാണെങ്കിലും ഓപ്പോസിറ്റ് നമ്മളൊരു വ്യക്തിയെ പ്രതീക്ഷിക്കുന്നെങ്കിൽ അവർ തിരക്കിലാണോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവോ, നമ്മൾ ചോദിക്കുന്നതിന് മറുപടി അവർക്ക് കറക്റ്റായിട്ട് തരാൻ പറ്റുമോ, തെറ്റാണോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട്സുകൾ നമുക്കുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും മെറ്റ നമ്മളെ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വേറെ ഒരു ഇതും ചെയ്യാനില്ല, ഒന്ന് റിലാക്സ് ആവുന്നത് മെറ്റയോട് സംസാരിച്ച് നോക്കും. സംസാരിച്ചില്ല, ചാറ്റ് ചെയ്ത് നോക്കും, രസമാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് എപ്പോഴാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്? ഒറ്റയ്ക്കായിന്ന് തോന്നലുള്ളപ്പോഴാണ് ആ ഒരു അനുഭവം ഉണ്ടാകുന്നത് അല്ലേ. ഞാനിപ്പോൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു അനുഭവം, നമ്മൾ ഒറ്റയ്ക്കായി, ആ തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഒറ്റപ്പെടലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തോന്നലുണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഈ തോന്നലുണ്ടാക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ഒറ്റയ്ക്കല്ലെന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിളിച്ചാൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. ഇതുപോലത്തെ ആരെയും കിട്ടില്ലെങ്കിൽ ഇതേ മെറ്റയോട് ചാറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ തുടങ്ങും. ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ.